ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. സമയം 3:58, 4 മണിയാവാനായി കേട്ടാ. നമ്മൾ ഈ ഒരു സമയത്ത് വ്ളോഗ് എടുക്കുമ്പോൾ ഡേ ഇൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. ഇന്നത്തെ ദിവസം നമ്മളെ വർക്ക് ഇവിടെ കാറിൽ ഇരുന്നിട്ട് ബാക്കി ഡ്രൈവ് ചെയ്തുകൊണ്ട് മറിച്ച് ബാക്കി പറഞ്ഞോളും കേട്ടാ. പക്ഷെ നമ്മൾ ചായ കുടിക്കാൻ കേട്ടാ. എന്താ കടിയെന്നാണ്ടേ? ചെക്ക്. എന്താ കടിയെന്നാണ്ടേ? ഉയർന്നുപാടെ മുട്ടയുണ്ട്. മുട്ട മാത്രം മതിയാ? ഇന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ള ഡേ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മുട്ടയിൽ വേണം എല്ലാം പിടിച്ചിരിക്കാൻ വേണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചധികം കഴിക്കുന്ന പുട്ടുണ്ട്. പുട്ടാക്കുന്നുണ്ട് അവര്. നമ്മളെ അങ്ങനെ ബ്രൈഡിന്റെ ലൊക്കേഷനിലെത്തി എപ്പോഴും നമ്മൾ പറയുന്നതാണ് സെയിം ഡയലോഗ്. അവരെ അയച്ച ലൊക്കേഷൻ ഇവിടെ ഉണ്ട്, പക്ഷെ അവിടെ വീട് എവിടെയാണെന്ന് കാണുന്നില്ല. ഇനി പുറത്തിറങ്ങിയിട്ട് അവിടെ ഒരു വയൽ പോലെ ഇത് സ്ഥലം പോലെ കാണുന്നുണ്ട്, ഒരു ഗ്യാപ്പ് പോലെ. അതിലൂടെ ജനറേറ്റർ കാണുന്നുണ്ട് അങ്ങ് ദൂരെ. അതിലിട്ട് നടന്നു പോവാ. എടുക്കാന്നാല് ഇത് ഇങ്ങെടുത്തു, ഈ വലിയ ബാഗ് ഇങ്ങെടുത്തോ. ഞാൻ ഈ ലൈറ്റ് ഇതും പിടിക്കാം. ലൈറ്റ് ഇത് അത്യാവശ്യം ഇപ്പൊ ഡെയിലി കൈന്തോറും ഇതില് വെയിറ്റ് കൂടി വരിക. പ്രസവിക്കാനായ ഇല്ല, ഓരോ പ്രോഡക്റ്റ് കൂടെ ചെയ്യുന്നതിന് ലൈറ്റ് കണ്ടിട്ടാ ഞാൻ പറഞ്ഞു. ഞാൻ കുറച്ച് ഇങ്ങോട്ട് നടന്നു വന്നിട്ട് നോക്കിയതാ. ലൈറ്റ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇത് തന്നെ ആയിരിക്കും വഴി. ഇവിടെ ജനറേറ്റർ ഉണ്ട് ഇങ്ങോട്ട് ഇടത്തോട്ട് പിന്നെ. ഗൈസ്, അങ്ങനെ നമ്മള് ആദ്യത്തെ വർക്ക് കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ബ്രൈഡിൻ്റെ അടുത്തേക്ക് പോവേന്ന്. ഇതാ നമ്മൾ രാവിലെ വരുമ്പം കണ്ടിട്ടുണ്ടായ തോടാണ് കേട്ടോ ഇത്. നമ്മളെ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് അവര് സ്കിന്നിന്റെ pH ലെവലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവര് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വലിയ ആൾക്കാർ ഡിറ്റർജന്റ് യൂസ് ചെയ്യാനേ പാടില്ല. നമ്മളെ കുട്ടികൾക്കായിട്ട് തന്നെയുള്ള ബേബി സേഫ് ഡിറ്റർജന്റ് തന്നെ യൂസ് ചെയ്യാം. ഞാൻ എന്റെ മോക്ക് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലവ് ലാപ്പിന്റെ ബേബി ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് കേട്ടോ. ഇത് നമ്മളെ ബേബീസിന്റെ സ്കിന്നിന് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മളെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും ചെയ്യും, പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും നൽകും. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് കാറ്റിയോണിക് സോഫ്റ്റനിങ് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളുടെ ഡ്രസ്സ് ക്ലീൻ ആവുന്നതിന്റെ കൂടെ തന്നെ ഡ്രസ്സിന്റെ സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ കീപ്പ് ചെയ്യും കേട്ടോ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആൻഡ് അപ്രൂവ്ഡ് ആണ്. അതായത് സ്കിൻ ഡോക്ടർ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് ബേബിന്റെ സ്കിന്ന് സേഫ് ആണ് കേട്ടോ. IFRA സർട്ടിഫൈഡ് ഫ്രാഗ്രൻസ് ആട്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഡിഫറെന്റ് പാക്കിലും പിന്നെ അതുപോലെ തന്നെ സൈസിലും അവൈലബിൾ ആണ്. ഈ ഒരു ഡിറ്റർജന്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബേബീസിന്റെ ഡ്രസ്സിലുള്ള സ്റ്റെയിനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഹാൻഡ് വാഷ് ആണ് ചെയ്യുന്നതെങ്കിൽ 5 മുതൽ 8 വരെയുള്ള ഡ്രസ്സിന് 20 ml, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെഷീൻ വാഷ് ആണ് ചെയ്യുന്നതെങ്കിൽ 8 മുതൽ 10 വരെയുള്ള ഡ്രസ്സിന് 30 ml യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കും നിങ്ങളെ കുട്ടികളുടെ ഡ്രസ്സ് നല്ല സ്പാർക്കും ക്ലീൻ ആവാനും പിന്നെ അതുപോലെ തന്നെ നല്ല പ്രൊട്ടക്ഷനും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിറ്റർജന്റ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മള് ഫസ്റ്റത്തെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ സെക്കൻഡ് വർക്കിന് പോവുകയാണ് അല്ലെ. നമ്മള് എന്താ പറയാ, ഇനിയിപ്പോ എന്ന് വെച്ചാല് നമ്മള് എപ്പോ ഒരേപോലെ എടുക്കല്. ഇപ്പൊ അവിടുന്ന് പോയി ഇവിടെ എത്തി, ഇവിടുന്ന് പോയി അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, 3 വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഡേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡേ ഇൻ ലൈഫ് ആവുന്നല്ല പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കണ്ട. നമ്മള് സെയിം സംഭവം തന്നെയല്ല പറയുന്നത്. ഇപ്പൊ നമ്മൾ രണ്ടാമത് പോകാൻ ഉദ്ദേശിച്ച ബ്രൈഡിനെ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കക്കാടാണ് സെക്കൻഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായി. അത് മാറ്റി നമ്മൾ ഇപ്പം പോകുന്നത് ചക്കരക്കല്ലേക്കാണ്. അതെന്തോ ഡ്രസ് ലേറ്റ് ആവും, ഡ്രസ് എത്താൻ കുറച്ച് ലേറ്റ് ആവും. അതായത് ഉപ്പാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈം ഇല്ല. അതുകൊണ്ട് നമുക്ക് വേഗം അതുകൊണ്ട് ഇപ്പൊ നമ്മള് മൂന്നാമത്തെ ബ്രൈഡിന് രണ്ടാമത്തെ ബ്രൈഡിനെ മൂന്നാമതേക്കും ചേഞ്ച് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ പറയാ ബാക്കി നമ്മൾ ഈ ഒരു ദിവസം കണ്ടിന്യൂ ചെയ്യാം അല്ലെ. അങ്ങനെ നമ്മളെ 3 വർക്കും കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മളെ മൂന്നാമത്തെ വർക്ക് ഉണ്ടായിരുന്ന ഏകദേശം കക്കാടാണ് കേട്ടാ. അപ്പൊ ഈ ഒരു കക്കാട് റോഡിൽ തന്നെ ഇതുപോലെ ഒരു വലിയ കായലുണ്ട്. അതിൽ നിറച്ചു ആമ്പലാട്ടാ ഉണ്ടായത്. നമ്മൾ ഇതിനു മുമ്പും ഒരു വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഈ ഒരു പ്ലേസ് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് നദീർക്ക് ഇതുപോലെ പറിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിട്ടില്ല കേട്ടാ. അപ്പൊ ഇന്ന് എന്തായാലും നെസ് ബേബിക്ക് ആമ്പല് പറിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നദീർക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. മണമൊന്നും ഉണ്ടാവില്ലല്ലേ?
നിങ്ങക്ക് ജലദോഷമായിട്ട് ആ പിന്നെ പ്രത്യേകിച്ച് മണമൊന്നും ഓർത്തു ആ കിട്ടി ഗൈസ് കിട്ടി. ഇവിടുന്ന് ഫുള്ള് അങ്ങത്തോളം അത് തന്നെയാണ് കേട്ടതാ. ഫുള്ള അമ്പലം പറിച്ചോണ്ട് പോകുന്നുണ്ട്. പിന്നെ ഫോട്ടോ നമ്മ അന്ന് പോകുന്ന സമയത്ത് ഇതുപോലെ വർക്കിന് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിട്ടില്ലേ? എന്നിട്ട് നമ്മ പറഞ്ഞു നല്ല രസമുണ്ടല്ലോ, ഇതിവിടെ അവര് കൃഷി ചെയ്യുന്നതാണോ എന്നല്ല പറഞ്ഞിട്ടുണ്ടായിന്. മതി എതിർക്ക മതി മതി. ഫുഡ് കഴിക്കാന്ന് അതിലൊന്നുമില്ല. അത് ഉമ്മിക്ക് ഫുഡ് വാങ്ങിയതാണ്. ഉമ്മിന്റെ കയ്യിലതാ ഫ്ലവർ. ഇതെന്താ മുടിയെന്ന് പറയുന്നേ? ഇപ്പൊ കുളിച്ചവാടാ? എന്ത് ഫ്ലവർ അറിയോ? എന്താ മോളെ പാപ്പന്റെ കയ്യിലാ? മുടി വാര്. വെൽക്കം ബേബി. കഴിക്കാൻ വേണ്ടിട്ട് പൊറോട്ടയും ബീഫിന്റെ കൊട്ടുകറി കൊട്ടുകറി ടേസ്റ്റ് നോക്കാനാണ് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിട്ടാ. ഞാൻ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചോട്ടോ. എവിടുന്നാണ് കഴിച്ചത് പറഞ്ഞിട്ട്? എവിടുന്ന് കഴിച്ചു? രണ്ടാമത്തെ വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റത്തെ അവിടുന്ന് എന്നോട് ചായ കുടിക്കാനും പറഞ്ഞു അല്ലേ? അവര് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു കേട്ടാ. അപ്പൊ അവര് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അവിടുന്ന് കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഫുൾ ഐറ്റം എനിക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ നിനക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പൊ രണ്ടാമത്തെ വർക്കിന്റെ ആ സമയത്ത് നീ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് അവർ വന്ന് പറഞ്ഞ് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ കഴിച്ചതാ. എനിക്കും ഇതുപോലെ തന്നെ ഇട്ടേന് പൊറോട്ടയും കുട്ടറിയല്ല പാർട്സ്. നമ്മള് ഡേ ഇൻ അവർ ലൈഫ് എന്തായി? നമ്മളെ ഡേ ഇൻ അവർ ലൈഫ് മുറിഞ്ഞു പോയി കേസ്. പാതിയായി പോയി. ഹാഫ് ഡേ എന്ന് വേണമെങ്കിൽ പറയാല്ലേ എതിർക്ക. കാരണം വന്നതിന് ശേഷം ആ ഒരു രാവിലെ എണീച്ച് പോയതിന്റെ ക്ഷീണത്തില് ഞാൻ നല്ല ഉറക്കം ഉറങ്ങി കേട്ടാ. പിന്നെ ചെറിയൊരു കോൾഡ് ഇതെല്ലാം കൊണ്ട് നല്ല ടയർഡായിട്ടേ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കടന്ന് ഉറങ്ങി. നമ്മള് 3 മണിക്ക് എണീച്ചിട്ട് പോയതല്ലേ? അതന്നെ ഏകദേശം 12 മണിക്ക് നമ്മള് തിരിച്ചെത്തുമ്പോ ഏകദേശം 2 മണിയായി. 2 മണിയായി. പിന്നെ അത് മാത്രല്ല 3 ബ്രൈഡ്സ് ഉണ്ടായിന്, 2 മെയ്ഡ്സും ഉണ്ടായിന്. അപ്പൊ എല്ലാരും കൂടി ആകുമ്പോഴേക്ക് ഒരു സൈഡായിട്ട്. അപ്പൊ അതുകൊണ്ട് വന്നപാട് തന്നെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം അങ്ങ് കിടന്നിറങ്ങി. പിന്നെ വ്ളോഗ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല അല്ലെ? പിന്നെന്താ മെയിനായിട്ട് നമ്മളെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് നല്ല മഴ പെയ്യുന്ന സമയത്തല്ലേ? അത് ഞാൻ അറിഞ്ഞിട്ടില്ല. നല്ല വൈകുന്നേരം നല്ല മഴയാണ്. പിന്നെ നമ്മള് കുറച്ച് കോയിനെല്ലാം വാങ്ങിയിട്ടുണ്ടായി. അതിലൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചത്. കോയിൻ എന്താ കാണിക്കാൻ? കോയിൻ പറഞ്ഞാൽ നമ്മളെ ബേബിക്ക് വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായ ഓരോ വീഡിയോസ് കാണും. ബാപ്പ എനിക്ക് കോയിന് വേണമെന്നും പറഞ്ഞ കാര്യം. അങ്ങനെ ഒരു 9 ചെറിയ കുഞ്ഞു കോയി വാങ്ങി. കുഞ്ഞു കളർ കോയില്ലേ? അതിന്റെ പോലത്തെ സൈസ്. ചെറുതെല്ലാം ഒരേ സൈസ് ഉണ്ടാവാം. അല്ലാതെ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും സൈസ്. കളർ കോയി അല്ലേ ഇത്? മുട്ടയുടെ മുട്ടക്കോയി എന്ന് പറയും. അപ്പൊ ബേബി നല്ല കളിയിലാണ് കേട്ടാ. കൊറേ ടൈമായി എന്നെയും കൂട്ടിട്ട് കളിക്കുന്നു. എന്താക്കുന്ന്? ചോറും കറിയും ഫിഷ് ഉണ്ട്. പിന്നെന്ത് ക്യാരറ്റ് കോണ് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുത്താട്ടാ പണി. നമ്മ ഇപ്പൊ നെസുവിനെ ആരും കളിക്കാനില്ലാത്തോണ്ട് ഞാനും നെതിർക്ക് തന്നെയാണ് ഒന്നിച്ച് നെസു ബേബിന്റെ കൂടെ ഞാൻ പറയാനാ പോന്നെ. ഇതില് നെതിർക്ക പറയൂ ഒരു മാത്രാണ് നെസുവിന്റെ ഒക്കെ കളിക്കല്. ഇപ്പൊ കുറച്ച് സമയം കളിച്ചതാണ് ഉമ്മി. ഞാനുണ്ടാകും. അപ്പൊ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ? നമ്മൾ ഈ ഒരു വ്ളോഗ് ഇൻഷാല്ലാ ഇനി ഒരു ദിവസം ഡേ ഇൻ അവർ ലൈഫ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മ ഇന്ന് വേറൊരു ഡേ ആട്ടാ ഈ ഒരു സംഭവം എല്ലാം പറയുന്നത്. അപ്പൊ ഇന്ന് ഇത്താത്തയും ഷഹബാസ് പിന്നെ അതുപോലെ പെറ്റ് സ്റ്റേഷനിൽ പോവാൻ പ്ലാൻ ഉണ്ടായിന്. നമ്മളവിടെ പോയിട്ട് നമ്മുടെ മാട്ടൂര് ഇവിടെ അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാവും. കറക്റ്റ് അല്ല എന്നാലും അത്രയും ഉണ്ടാവും ഏകദേശം. അത്ര തന്നെ ആയിരിക്കും. പിന്നെ നമ്മള് ചെറുപ്പത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ചെറുപ്പത്തിലുള്ള നെസുവിന്റെ ചെറുപ്പത്തിൽ. ഇപ്പൊന്ന് വെച്ചാൽ അവിടെ കുറെ മാറ്റലും വന്ന് എന്തൊക്കെയോ പുതിയ സംഭവം വന്നിട്ടുണ്ട്. മൊത്തത്തില് മാറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ ഇവിടെ ഇത്രയും അടുത്തായിട്ട് നമുക്ക് കാണിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് മോശം. ഓർമ്മയിൽ എന്തായാലും അത് ഉണ്ടാവില്ല. എന്താ ചെയ്യാ? അപ്പൊ ഇന്നലെ 1 വയസ്സാ 1.5 വയസ്സാ ഇപ്പൊ തിരിച്ചറിയാൻ ഓരോ ആനിമൽസിനും ഇപ്പൊ മറ്റേ റീൽസും കാര്യങ്ങളും കാണുമ്പോ തന്നെ അവര് പറയലുണ്ട്
അപ്പൊ അവിടെ പോവാന്നെല്ലാം പറയാനുണ്ട്. പിന്നെ നമ്മൾ ആ ബുക്ക് അത് നല്ലതാട്ടാ കുട്ടികൾക്ക് കുറേ ഓരോ ആള് ചോദിച്ചു. സാധനം. നമ്മള് കഴിഞ്ഞ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായ ഒരു ബുക്ക് കാണിച്ചു ഉമ്മാമ്മന്റെ റൂമിലുണ്ട്. അവിടുന്ന് നേരത്തെ വേറെ എടുക്കണ്ട, അവിടെ നിന്നോട്ടെ. ആ ബുക്ക് എന്തായാലും 3 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് മസ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ബുക്കാണ്. കാരണം കുട്ടികൾക്ക് ബോഡി പാർട്സ് ആയാലും, അതായത് ക്ലോത്ത്സ്, അതായത് നമ്മളെ ഡ്രസ്സസ് സാധനം എല്ലാം ഐഡന്റിഫൈ ചെയ്യാനുള്ളതും ഫുൾ ഇംഗ്ലീഷാണ്. കുട്ടികൾക്ക് നല്ല അടിപൊളി സംഭവം വന്നിട്ട് എടുത്തിട്ട് വരുന്നുണ്ട്. കിട്ടിയാ? ഇതാണ് എന്റെ ബുക്ക് എന്ന് പറ. ബേബി പഠിക്കുന്ന ബുക്ക് അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ പറ. ബൈ പറ. ബൈ.